ബൂംറ vs ഓസ്ട്രേലിയ. ഇന്ത്യ vs ഓസ്ട്രേലിയ എന്ന് പറയുന്നതിനെക്കാട്ടില് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറയുന്നതായിരിക്കും. ട്രാവിസ് ഹെഡ് വീണ്ടും ഇന്ത്യക്ക് തലവേദനയായ ദിവസം ദ മാൻ ദ ലെജൻഡ് ബൂംറ മാത്രമാണ് ഇന്ത്യക്ക് ഒരല്പമെങ്കിലും ആശ്വാസമായത്. പിന്നെ ഇന്ത്യക്ക് ഈ സീരീസിൽ അല്ലെങ്കിൽ WTC ഫൈനലിലേക്കുള്ള യാത്രയിൽ കുറുകെ കയറി നിൽക്കാൻ ഒരാൾ കൂടി തിരിച്ചു വന്നിട്ടുണ്ട്, സാക്ഷാൽ സ്റ്റീവൻ സ്മിത്ത്. ഹെഡും സ്മിത്തും കൂടെ 4-ാം വിക്കറ്റിൽ അടിച്ചു കൂട്ടിയത് 241 റണ്ണാണ്. ഹെഡ് എപ്പോഴത്തെ പോലെ അഗ്രസീവായിട്ട് കളിച്ചു പോയപ്പോഴത്തേക്ക് സ്മിത്തിന്റെ ഒരു പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്നിംഗ്സ് ആയിരുന്നു. കുറച്ചു നാളായിട്ട് റൺ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന സ്മിത്തിനെ സംബന്ധിച്ച് ഈ 101 റണ്ണിന്റെ ഇന്നിംഗ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ സീരീസ് മുന്നിലേക്ക് പോകുമ്പോൾ ഓസ്ട്രേലിയക്ക് സ്മിത്തിന്റെ തിരിച്ചുവരവ് ഒരു വലിയ ആശ്വാസമാണ്. കഴിഞ്ഞ ടെസ്റ്റിലെ പോലെ തന്നെ ട്രാവിസ് ഹെഡ് വന്നു, ഇന്ത്യയുടെ കയ്യിലിരുന്ന കളി എടുത്ത് ഓസ്ട്രേലിയയുടെ കൈ കൊടുത്തു. ഈ ട്രാവിസ് ഹെഡിനെ കൊണ്ടുള്ള തലവേദന ചില്ലറയല്ല ഇന്ത്യക്ക്. ബൂംറ ഒഴികെയുള്ള ഒരു ഇന്ത്യൻ ബോളേഴ്സിനും ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരുടെ മേലിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പോ സിറാജും ആകാശ് ദീപും ജഡേജയൊക്കെ പട്ടിയെ പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ടൈം ടു ലുക്ക് ബിയോണ്ട് സിറാജ്. ഇതൊരു ഹാർഡ് ഡിസിഷൻ ആണ്, പക്ഷെ ഇന്ത്യക്ക് ഉള്ളിലും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയുടെ ഫസ്റ്റ് ബോളിംഗ് യൂണിറ്റിന് ഡോമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിറാജിന് അപ്പുറത്തേക്ക് ഇന്ത്യക്ക് ചിന്തിച്ച് തുടങ്ങിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഷമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷമിക്ക് വയസ്സ് 34ആയി, അതും ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഈ സീരീസ് കഴിഞ്ഞിട്ടെങ്കിലും ഇന്ത്യ ബൂംറയ്ക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പേസ് ബോളേഴ്സിനെ കണ്ടെത്തിയേ പറ്റും. ഇല്ലെങ്കിൽ ഇന്ത്യൻ പേസ് ബോളിംഗ് യൂണിറ്റിന്റെ സ്ഥിതി ഇതിലും ദയനീയമാവും. ബൂംറ എടുക്കേണ്ടി വരുന്ന എഫേർട്ടും അതുപോലെ തന്നെ ബൂംറയുടെ വർക്ക് ലോഡും കാണുമ്പോൾ ശരിക്കും പേടി വരുന്നുണ്ട്. ഇന്ത്യയുടെ ആകെ ഒരു അത്താണിയാണ് ബൂംറ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി ഇന്ത്യൻ ടീമിലേക്ക് ഒരു നല്ലതും കൊണ്ടുവന്നിട്ടില്ല എന്ന് ഇന്നത്തെ കളി കണ്ടാലും മനസ്സിലാവും. ബൂംറയുടെ ക്യാപ്റ്റൻസി ഫ്രഷ് ആയിരുന്നു, അഗ്രസീവ് ആയിരുന്നു, അതിലുപരി പോസിറ്റീവ് ആയിരുന്നു. ഇതൊരുമാതിരി മരിച്ച വീട്ടിൽ പോയതുപോലെയാണ് ഇന്ത്യയുടെ ബോളിംഗും ഫീൽഡിലെ എനർജി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇന്നത്തെ ഡേയുടെ അവസാനം അലക്സ് കാരയുടെ ഒരു മികച്ച ബാറ്റിംഗ്, അതുപോലെ തന്നെ പാറ്റ് കമിൻസിന്റെ ഒരു ചെറിയ ഇന്നിംഗ്സ് കൂടെ വന്നപ്പോഴത്തേക്ക് ഓസ്ട്രേലിയയുടെ സ്കോർ 400 മുകളിൽ പോയിരിക്കുകയാണ്. കളി അവസാനിക്കുമ്പോൾ 405 റണ്ണാണ് ഓസ്ട്രേലിയക്ക് ഉള്ളത്, 7 വിക്കറ്റ് നഷ്ടത്തിൽ. ഇനി ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ടെസ്റ്റ് ഡ്രോ ആവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കലവടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ജയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസം റെയിൻ ഫോർകാസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇടയ്ക്കും മുറയ്ക്കും കളി നിർത്തും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് തീരെ പ്രതീക്ഷയെ വേണ്ട. ഇനിയിപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഓസ്ട്രേലിയ അടിച്ചു വെക്കുന്നതിനായിട്ട് ഒരു 100 റണ്ണ് കൂടുതൽ അടിച്ചു, 100 റണ്ണ് ലീഡ് അടിച്ചു എന്ന് തന്നെ വെച്ചോ. പിന്നെയും എറിഞ്ഞിടേണ്ടത് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ എറിഞ്ഞിടേണ്ടത് ബൂംറ ഒറ്റയ്ക്കാണ്, ഒരു സപ്പോർട്ട് ഇല്ലാതെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വെറുതെ എന്തിനാണ് നടക്കാത്ത സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ നാളത്തെ BGT വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.